നിങ്ങളുടെ ഏനയും. നല്ല ഗ്രീൻ പീസും വെന്തിറച്ചിയും നല്ല ചാറിലിങ്ങനെ കുഴഞ്ഞിരിക്കണ കണ്ട നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ട് അതിനെ പതുക്കെ മൈദപ്പൊടിയിലിട്ടിട്ട് ആ ഇറച്ചി മുറിച്ച് വെച്ച ചെറുതായി കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ച ആ ഇറച്ചിയെങ്കിലും കൂടിയിട്ട് അതിനെ ശരിക്കും അതിൽ പൊടിയിട്ടിട്ട് പൊടി അരിപ്പയിലിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ അരിച്ചെടുക്കണം. കുറച്ചും കൂടി ഇങ്ങനെ അരിച്ചെടുത്തിട്ട് വീണ്ടും ബാക്കിയുള്ള ഇറച്ചിയും കൂടി മൈദപ്പൊടിയിൽ മുക്കി നമ്മുടെ അരിപ്പയിൽ ഇങ്ങനെ അരിച്ചെടുക്കാം. കുറച്ച് വീനും ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് വൈനാണ് ഒഴിച്ചു കൊടുത്തത്. ആ വൈനിൽ കിടന്നത് ഇങ്ങനെ സോഫ്റ്റായിട്ട് വേവും. കുറച്ച് സേദനോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുകുരു നിറഞ്ഞ ക്യാരറ്റും കുറച്ച് കുരുകുരു നിറഞ്ഞ നല്ല സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ വൈനിലും ക്യാരറ്റിലും സവാളയിലും കിടന്നത് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ വേവും. അത് ചെറിയ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. അത് നല്ലോണം ഇളക്കി അതിൽ കിടന്ന് അങ്ങോട്ട് വേവണം. ഇത് പിസയിലി, അതായത് ഗ്രീൻ പീസ് വെച്ചേക്കണ വെള്ളമാണ്. ഗ്രീൻ പീസ് വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് പൊമദോറി ഒഴിച്ചു കൊടുക്കും. പൊമദോറി എന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കാളി, നല്ലോണം അരച്ച തക്കാളി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൽ കിടന്നിങ്ങനെ വേവണം. അതിലിങ്ങനെ നല്ലോണം വെന്ത് വന്നിട്ട് നമുക്ക് കുറച്ച് ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കാം. അതവിടെ കിടന്ന് വെന്ത് ഡ്രൈ ആയി വരുമ്പോൾ എന്താ രസം! അത് കണ്ട, ഇതാണ് അതിൻ്റെ ഒറിജിനൽ രൂപം.